ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നെല്ലിയാമ്പതി എത്തുന്നതിൻ്റെ വിശേഷങ്ങളാണ് കണ്ടത്. പൊങ്കലിന് വേണ്ടിയിട്ട് നമ്മൾ അമ്പലത്തിൽ പോവുകയാണ്. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇവർ ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതനി എല്ലാവരും കൂടി ഇറങ്ങിയിട്ട് പോവുകയാണ്. ഞാൻ സ്വട്ടറൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല തണുപ്പാണ്, അതറിയാമല്ലോ. അതുകൊണ്ട് നമ്മളെപ്പോഴും നൈറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ സ്വട്ടർ എല്ലാവരും ഇടും. അതിന് വേണ്ടി നമ്മൾ സ്വട്ടറെടുത്ത് കൈ പിടിച്ചത് വണ്ടിയിൽ കയറിയിട്ട് കാട്ടിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചിലപ്പം ഭാഗ്യമുണ്ടെങ്കിൽ ആനിമൽസിനെയൊക്കെ കാണാൻ പറ്റും. നമുക്ക് ഈ കാടിൻ്റെ ഭംഗി ആസ്വദിച്ച് അങ്ങനെ നെല്ലിയാമ്പതിൻ്റെ ഉള്ളിലേക്ക് പോവാം. നെല്ലിയാമ്പതിൻ്റെ ഉൾഭാഗങ്ങളിൽ എങ്ങനെയാണ് അവിടുത്തെ കാഴ്ചകളെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് വീടുകൾ കുറേ അങ്ങോട്ട് പോയാലുണ്ട്, റിസോർട്ടുകളുണ്ട്, വെള്ളച്ചാട്ടങ്ങളുണ്ട്, നല്ല അതിമനോഹരമായ കാഴ്ചകളുണ്ട്. അതെല്ലാം നമുക്ക് ഈ യാത്രയിൽ കാണാം. പിന്നെ പൊങ്കലിൻ്റെ വിശേഷങ്ങളും അമ്പലത്തിലെ കാഴ്ചകളും എല്ലാം നമുക്ക് കാണാം. കാടും മേടും കുന്നിൻ ചെരിവും പുഴകളും പൂക്കളെയും കണ്ട് നമുക്ക് അങ്ങനെ അമ്പലത്തിലേക്ക് പോവാം. ഇനി നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. നമ്മളിപ്പം പോകുന്ന സ്ഥലം നെല്ലിയാമ്പതിയിലെ കോട്ടയങ്ങാടി എന്ന ചെറിയൊരു വില്ലേജിലെ അമ്പലത്തിലേക്കാണ് കേട്ടോ. അവിടെയാണ് നമ്മളിപ്പം പോകുന്ന അമ്പലവും പൊങ്കൽ മഹോത്സവം ഒക്കെ ഉള്ളത്. നമ്മളിതാ അമ്പലത്തിലെത്തിയിട്ടോ. ഇനി ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഇതൊരു പ്രകൃതി ക്ഷേത്രമാണ്. വിനായകനാണ് ഈ അമ്പലത്തിലെ പ്രതിഷ്ഠ. ഇവിടുന്ന് നമ്മൾ താലപ്പൊലി വരവ് നേരെ അമ്പലത്തിലേക്ക് പോകും കേട്ടോ. അപ്പോൾ നമുക്കിനി അതിൻ്റെ കാഴ്ചകൾ കാണാം. എടുത്തില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയാത്തോണ്ട് നിങ്ങൾ എടുത്തില്ല. നല്ലൊരു പുഴ ഒഴുകുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട്.
ഇവിടെയാണ് ഗാനമേള ഉള്ളത്. അപ്പോൾ ഓടിക്കളിക്കുന്നു. കട അവിടെ ഉള്ളത് പോലെ തോന്നുന്നു. ഗാനമേള നടക്കുന്നത്. ഇവിടെയൊക്കെ നിറയെ വീടുകളുണ്ട്. ഈ തേയിലത്തോട്ടത്തിൽ സൂര്യൻ വിളിച്ചു. ഇവിടെ ഒരു അമ്പലമുണ്ട്.
അങ്ങനെ അമ്പലത്തിലെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മളിനി ഗാനമേളയ്ക്ക് വേണ്ടി പോവാണ് കേട്ടോ. അതിന് മുന്നേ ഒരു ഏട്ടൻ്റെ വീട്ടിൽ പോകണ്ടേ, അവിടെയും കൂടി പോയിട്ട് നേരെ ഗാനമേളയിലെ സ്റ്റേജിൻ്റെ അടുത്തേക്ക് നമുക്ക് പോവാം. ഈ വീഡിയോന് സെക്കൻഡ് പാർട്ട് ഇവിടെ കഴിയണം. തേർഡ് പാർട്ട് കാണാം അടുത്ത വീഡിയോയിൽ. കാണാൻ മറക്കരുതേ. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.